ശരി, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഓക്കെ, ഓപ്ഷൻ നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്തേ, ഏതാ ആൻസർ? അവിടെ ഓപ്ഷൻ ബി ആണ് അല്ലേ? അവിടെ നമുക്ക് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. നോർത്താണ്, രണ്ടും നോർത്താണ് അല്ലേ? നോർത്താണ്. ഓക്കെ, അപ്പൊ അത് നോക്കിക്കോണേ കേട്ടോ. ആ സെയിം ഓപ്ഷൻ തന്നെ മുകളിലുണ്ട്. കേട്ടോ. ഓക്കെ, അതായത് അവിടെ സൗത്ത് നോർത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും നോർത്താണ്. ഓക്കെ, ഒന്ന് സൗത്തും നോർത്താണ് കിടക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? എല്ലാം കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്ന ലെഫ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്താൽ. അടുത്ത രണ്ടാം ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഒരു ടൈമിന്റെ ആവശ്യമില്ല, കമന്റ് ചെയ്തോളൂ. ഏതാ? ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി എന്നറിയോ? ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ലഡാക്കാണ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? അതും അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ചില്ലാറാണ്. ആൻസർ. ചില്ലാറാണ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ചോദ്യം. ആൻസർ ചെയ്യുക, തമ്പ് കൊടുക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാ? ഓപ്ഷൻ ഡി ആരവല്ലിയാണ്. ആരവല്ലി. ഓക്കെ, ആരവല്ലിയാണ്. ശരി, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഓക്കെ, കമന്റ് ചെയ്തേ, തെക്കേ അറ്റം ഏതാ? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡ തെക്കേ അറ്റോട് ചോദിച്ചിരിക്കുന്നത് കേട്ടാ. അത് ഇന്ദിരാ പോയിന്റ് അല്ല പിള്ളേരെ, കന്യാകുമാരി. മനസ്സിലായോ? സി ആണ് ആൻസർ, സി. ഓക്കെ, ഇന്ത്യൻ യൂണിയന്റെ തെക്കേറ്റമാണ്. ഏത് പറയുന്നത്? ഇന്ദിരാ പോയിന്റ് പറയുന്നത് കേട്ടാ. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. മാറിപ്പോയത് കേട്ടാ. ഇന്ത്യൻ യൂണിയൻ, അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തെക്കേറ്റമാണ് ഏത് പറയുന്നത്? ഇന്ദിരാ പോയിന്റ് പറയുന്നത് കേട്ടാ. ഓക്കെ, ശരി, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ, ശരി, ആറാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം. 1924 കോൺഗ്രസിന്റെ ബെൽഗാം സമ്മേളനത്തിൽ TK മാധവൻ ഐക്യത്തിനെതിരായ പ്രമേയം അവതരിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, 1925 നവംബർ 30 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ എന്നിവർ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, കമന്റ് ചെയ്തോളൂ, ഏതാണ് ആൻസർ വരുന്നത്? പിള്ളേരെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വേണത്. ബി. ശ്രദ്ധിച്ച് ചെയ്യടാ. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം, അത് ശരിയാണ്. ഓക്കെ, ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അടുത്ത 1924 കോൺഗ്രസിന്റെ ബെൽഗാം സമ്മേളനത്തിൽ TK മാധവൻ ഐക്യത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. അത് തെറ്റല്ലേ? ഏത് വർഷം എവിടെയാ അവതരിപ്പിച്ചേ? 23 കാക്കിനാട സമ്മേളനം അല്ലേ? 23 കാക്കിനാട സമ്മേളനം. അപ്പൊ അത് തെറ്റ്. 1920 ക്ലിയർ ആണ്. അപ്പൊ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ എന്നിവർ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ, ശരിയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ അതിൽ ആൻസർ ആണെന്ന് വെച്ചാൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2, 3 ശരിയല്ലാത്ത പ്രസ്താവന. ആൻസർ ബി ഓപ്ഷൻ വരും, ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിലാണ് യുദ്ധവിരുദ്ധ ജാഥ നടന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ശരി, അടുത്ത ശരിയായ പ്രസ്താവനകള്, കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിലാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തുന്നത്.
അടുത്ത് 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം. ഓക്കെ, ഇതിൽ ഏതൊക്കെ ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി ആണ്. അതായത് മൂന്നും എന്താണ് ശരിയായ പ്രസ്താവനയാണ്. മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. മൂന്നും ശരിയാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. ഓക്കെ, ഓപ്ഷൻ വായിച്ചൊന്ന് കമന്റ് ചെയ്തേ. കൊച്ചിയിൽ കുടിയായ്മ നിയമം 1914 അല്ലേ? 14 കൊച്ചിയിൽ കുടിയായ്മ നിയമം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 9ാം ചോദ്യം. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മലബാർ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി AV കുട്ടിമാള അമ്മയാണ് അല്ലെ? AV കുട്ടിമാള അമ്മയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് 10ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1-ാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. 2ാമത്തെ പ്രസ്താവന. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് 1-ാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ്. ഏതാ പിള്ളേർ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1-ാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഓക്കെ, തെറ്റായ നികുതി നയമാണ്. ഈ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് എപ്പോഴാ? അത് 2-ാം പഴശ്ശി വിപ്ലവ സമയത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1 ആൻസർ വരുന്നത്. 1 ശരിയായിട്ടുള്ളത് കേട്ടോ. 1 ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത് 11ാം ചോദ്യം ശ്രദ്ധിച്ചു ചെയ്യണേ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ് ചോദ്യം. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആണ്. ബെറുബാരി കേസാണ് കേട്ടാ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ സി ബെറുബാരി കേസാണ് കേട്ടോ. ബെറുബാരി കേസാണ്. ഓക്കെ, അടുത്ത 12ാം ചോദ്യം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലുള്ള ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി 42-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ഡി 42-ാം ഭേദഗതിയാണ് കേട്ടാ. ഓക്കെ, അടുത്ത് 13ാം ചോദ്യം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദത്തിന് അർഹമാണ്. ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് കടം കൊണ്ടു. സ്വത്തവകാശം മൗലിക അവകാശമാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ശരി അല്ലേ? ഓക്കെ, കടം കൊണ്ടത് ഫ്രഞ്ചിൽ നിന്നാണ്? അല്ല, കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, സ്വത്തവകാശം മൗലിക അവകാശം അല്ലല്ലേ? ഓക്കെ, അടുത്ത 14ാം ചോദ്യം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവാണ് ചോദ്യം. പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ശരി. ഓപ്ഷൻ നോക്കിക്കോ. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ആണ്. 450 × 300 mm ആണ്. 450 × 300 mm ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഒരു പ്രിലിംസിന്റെ ചോദ്യമാണ്. പ്രിലിംസിന്റെ ചോദ്യമാണിത്. ഓക്കെ, 450 × 300 ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത 15ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. 6 മൗലിക അവകാശങ്ങളും 10 മൗലിക കടമകളും ഉൾപ്പെടുന്നു. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭാഗം 4 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ശരിയല്ലാത്ത പ്രസ്താവനകളല്ലേ? എല്ലാം തെറ്റല്ലേ പിള്ളേരെ? ശ്രദ്ധിച്ച് ചെയ്യുന്നത് നിങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അടുത്ത് 6 മൗലിക അവകാശങ്ങളും 10 മൗലിക കടമകളും. അതിൽ 6 മൗലിക അവകാശം ശരിയാണ്. 11 മൗലിക കടമയാണ് ഉള്ളത്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കർ ആണ് അല്ലേ? അംബേദ്കർ ആണ്. അടുത്ത് ഭാഗം 4 മൗലിക കടമ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
അല്ല, ഭാഗം 4A-യിലാണ്. 4A-യിലാണ് മൗലിക കടമകൾ. ആരൊക്കെ 3 കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ശ്രദ്ധിച്ചു തരണം പിള്ളേരെ. ഭാഗം 4A ആണ് കേട്ടോ. 4A ആണ് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത 16-ാമത്തെ ചോദ്യം. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഓക്കെ, പറയുമ്പോ കമന്റ് ചെയ്യണേ പിള്ളേരെ. നേരത്തെ കമന്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും വാൺ ചെയ്യാണ് കേട്ടാ. ഓക്കെ, എല്ലാവർക്കും ചെയ്തെത്താൻ പറ്റണം, അതുകൊണ്ടാണ് പറയുന്നത്. കണ്ണൂർ കൂർഗ് ഏതാ? ഓപ്ഷൻ ബി പേരമ്പാടി ചുരമാണ്. പേരമ്പാടി ചുരം. ഓക്കെ, നിങ്ങളുടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സാവകാശം കാണിക്കണം. വെപ്രാള പ്രശ്നമാണ്. നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്ന വെപ്രാളം നിങ്ങൾക്ക് എക്സാം ആളിലും പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് സാവകാശം കാണിക്കുക. നമ്മൾ ലാസ്റ്റ് മാർക്ക് ചോദിക്കുന്നുണ്ടല്ലോ, മാർക്ക് നോക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് കമന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ കമന്റ് കാണുന്നില്ല, ആരാണ് ആദ്യം കമന്റ് ഇടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ഇത്ര സ്പീഡിൽ കമന്റ് പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സാവകാശത്തിൽ ഉത്തരവൊക്കെ വായിച്ചിട്ട് ഞാൻ കമന്റ് ചെയ്യാൻ പറയുമ്പോൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അവർ കമന്റ് നോക്കിയിട്ട് ആൻസർ എഴുതണം. അറിഞ്ഞാത്ത കുട്ടികളെ. ഓക്കെ, അതാ പറയുന്നത്. ശരി, ഓക്കെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ആണ് ചോദ്യം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഓക്കെ, ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ, ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറൻ, ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറൻ, ഓപ്ഷൻ ഡി തെക്ക് കിഴക്കൻ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറിനാണ് ആൻസർ. തെക്ക് പടിഞ്ഞാറിനാണ് ആൻസർ. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ. അടുത്ത 18-ാം ചോദ്യം. കേരളത്തിലെ നദികളും ഉത്ഭവ സ്ഥാനങ്ങളും ശരിയല്ലാത്ത ജോഡി ഏതാണ് ചോദ്യം. ഭാരതപ്പുഴ, ആനമല, ചാലിയാറ്, ഇളമ്പരേരി കുന്നുകൾ. അടുത്ത മഞ്ചേശ്വരം പുഴ, പുളിച്ചിമല, ചാലക്കുടി പുഴ, ആനമല. ഓക്കെ, ശരി. ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ, മഞ്ചേശ്വരം പുഴ. പുളിച്ചിമല പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് അല്ലേ? പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് പുളിച്ചിമല. പമ്പാ നദിയാണ് പുളിച്ചിമല ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി വരും കേട്ടോ. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ ആ ഓപ്ഷൻ തിരിച്ചിരിക്കുന്നത് കണ്ടായിരുന്നോ? എ ബി, ബി ഡി, സി സി, ഡി എ. അങ്ങനെ കൊടുത്തേക്ക് കണ്ടായിരുന്നോ? ഇതും ശ്രദ്ധിച്ചോണം കേട്ടാ. മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിച്ചോണം. ഇവിടെ സിയും സെയിം ഒന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അല്ലാത്ത പണി കിട്ടും. ഓക്കെ, ഇപ്പൊ ഓരോ ക്വസ്റ്റ്യനിലും നമ്മുടെ മെന്റൽ എബിലിറ്റിയും കൂടെ പരീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ PSC പരീക്ഷകളിൽ തെറ്റായ ഓപ്ഷനും തെറ്റായ ഉത്തരവും കണ്ടുവരുന്നുണ്ട് ധാരാളം. ഈ പ്രത്യേകിച്ച് 2024 പരീക്ഷകളിൽ. ഇന്ന് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 അത് നിങ്ങൾ കണ്ടില്ലേ? തെറ്റായ ഓപ്ഷനും ആ തെറ്റായ ഓപ്ഷൻ തന്നെ ഉത്തരവ് എടുത്തിട്ടുണ്ട് PSC. ഓക്കെ, ബോധേഡാവണം നിങ്ങൾ. പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ അതിലും ബോധേഡാവണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിയായ ഉത്തരമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇത് ക്യാൻസൽ ആവുന്ന വിട്ടിട്ട് പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അത് പണി കിട്ടും നമുക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അത് ആവണമെങ്കിൽ ഇത് ചിലപ്പോൾ ഉത്തരം വരാതിരിക്കാം. അതിപ്പോ ഉത്തരം ഇതിനോട് സാമ്യം ഉണ്ടെന്ന രീതിയിൽ കൽപ്പിച്ച് വെക്കുകയാണെങ്കിൽ അവൻ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ 2 എണ്ണം ഉണ്ടായിരുന്നത്, അവന് മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബോധയാണ്. പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിൽ നമുക്ക് ഫൈനൽ ആൻസർക്ക് തെറ്റുണ്ട്. ഫൈനൽ ആൻസറിനെ കുറിച്ചാണ് പറയുന്നത്. തെറ്റായ ഓപ്ഷനും കൊടുത്തിട്ട് ആ ഓപ്ഷൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, ശരിയായ ഓപ്ഷനും ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഈ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, പരമാവധി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം പിള്ളേരെ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. തെറ്റായ ഉത്തരം വന്നു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരം ചിലപ്പോൾ എഴുതേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പം അതാണ് പറയണത്. അതിന് ചിലപ്പോൾ അറിയാം തെറ്റാണെന്ന്. പക്ഷെ ഓപ്ഷൻ അതാണ് സാമ്യം ഉള്ളതെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. അല്ലാതെ അത് ചിലപ്പോൾ ക്യാൻസൽ ആവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അറ്റൻഡ് ചെയ്യാതിരിക്കണ്ട. മനസ്സിലായില്ല? ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. ആടെ വീഡിയോ ഓണാണ്. ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. സീനു കൃഷ്ണ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ എന്താ, അപ്പൊ തെറ്റായ ഉത്തരവാണെന്ന് തോന്നുകയാണെങ്കിലും ഓപ്ഷനിലും തോന്നുകയാണെങ്കിലും തെറ്റായ ഉത്തരം അറിയാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരത്തോട് സാമ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൽപ്പിച്ച് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒഴിവാക്കി വിടണ്ട. അത് ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അത് 19-ാം ചോദ്യം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ 2ാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമ്പനാട് കായൽ.
കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടി ചേരുന്ന ഭാഗമാണ് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നത്. ശാസ്താംകോട്ട കായലിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാണ് ശരിയായ പ്രസ്താവനകൾ? കമന്റ് ചെയ്തേ. ആർക്കും ഉത്തരവില്ലേ? പിള്ളേര് ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമ്പനാട് കായൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടമാണ് വേമ്പനാട് കായൽ. കല്ലടയാറും അഷ്ടമുടിക്കായലും ചേരുന്ന ഭാഗമാണ് മൺട്രോ തുരുത്ത്. ഓക്കെ. ശാസ്താംകോട്ട കായലിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നു കേട്ടാ. ഇത് മൂന്നും പലർക്കും പുതിയ അറിവായിരിക്കും. ഓക്കെ. നമ്മുടെ കേരള ഫാക്ട്, ഇത് നമ്മളെ PSC ബുള്ളറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഫസ്റ്റ് ചിൽക്ക. ഓക്കെ, ശരി. അടുത്ത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ചോദ്യം. 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി കടലുണ്ടി വള്ളിക്കുന്നാണ് അല്ലെ? കടലുണ്ടി വള്ളിക്കുന്നാണ് ആൻസർ വരുന്നത്. അടുത്ത് 21ാം ചോദ്യം. 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ദ ഡെവിൾസ് വിൻഡ് എന്ന പുസ്തകം രചിച്ചതാണെന്നാണ് ചോദ്യം. ഓക്കെ, ദ ഡെവിൾസ് വിൻഡ് എന്ന പുസ്തകം രചിച്ചായിരുന്നു. ഓപ്ഷനൊക്കെ നോക്കിയിട്ട് ഓക്കെ കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ ബി ആണ്, മനോഹർ മൽഗോൺകർ ആണ് കേട്ടോ. മനോഹർ മൽഗോൺകർ ആണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ദ ഡെവിൾസ് വിൻഡ് എന്ന പുസ്തകം എഴുതിയത് മനോഹർ മൽഗോൺകർ ആണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, ശ്രദ്ധിക്കുക, പഠിക്കുക. അടുത്ത് 22ാം ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ് ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ആൻസർ കേട്ടാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത് 23ാം ചോദ്യം. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? കമന്റ് ചെയ്തേ പെട്ടെന്ന്. ഓപ്ഷൻ ഡി റൗലറ്റ് നിയമം. റൗലറ്റ് നിയമമാണ് ആൻസർ. റൗലറ്റ് നിയമമാണ് ആൻസർ. ഓക്കെ. അടുത്ത 24ാം ചോദ്യം. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ് അല്ലേ? 1, 2, 3 എന്താണ്? ശരിയാണ്. ഓക്കെ. അടുത്ത് ശരിയല്ലാത്ത ജോഡിയാണ് ചോദ്യം. 1 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. 2 ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആത്മാറാം പാണ്ഡുരംഗ്. 3 പ്രാർത്ഥനാ സമാജം ജ്യോതി റാവ് ഫുലെ. ഓക്കെ, ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി 2, 3 ശരിയല്ലാത്ത ജോഡിയാണ്. ഓക്കെ, ആരാണ് പ്രാർത്ഥനാ സമാജം തുടങ്ങിയത്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ തുടങ്ങിയത് ആരാ? ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ തുടങ്ങിയത് ആരാ? കേശവ് ചന്ദ്രസേന ആണല്ലേ? ഓക്കെ, ശരി. അടുത്ത 26ാം ചോദ്യം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതെന്നാണ് ചോദ്യം. കറണ്ട് അഫയേഴ്സ് ആണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ഓക്കെ, കമന്റ് ചെയ്തേ പെട്ടെന്ന്. ഓപ്ഷൻ ബി കൊച്ചിയാണ് ആൻസർ. കൊച്ചിയാണ്. വയോജന സൗഹൃദ നഗരം ഏതാണ് കുട്ടികളെ? കൊച്ചിയാണ് കേട്ടോ. കൊച്ചി. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത 27. സംസ്ഥാനം HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ. ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിക്കുന്ന ഓപ്ഷൻ. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ്. 1-0 കേട്ടോ. 1-0 നമ്മൾ പഠിച്ചതാ. 1-0 എന്നാണ് കേട്ടോ. 1-0 എന്നാണ് വരുന്നത്. 1-0. ഓക്കെ. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. എതിര് എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? എതിര്.
കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, കമന്റ് ചെയ്തേ. സി ആണ്, ഡോക്ടർ എം കുഞ്ഞാമൻ. ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എഴുതിയത്. ഓക്കെ, ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എഴുതിയത്. അടുത്ത ശരിയായ പ്രസ്താവന ഏതല്ല? രാജ്യത്തെ ഏറ്റവും വേഗമേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. മുംബൈ മസഗോൺ ഡോക്കിലെ ആവശ്യങ്ങൾക്കായാണ് വൈദ്യുത സൗരോർജ ബോട്ട് ഉപയോഗിക്കുക. മറൈൻ ടെക് കമ്പനിയായ നവാൾട്ടും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും സംയുക്തമായാണ് വൈദ്യുത സൗരോർജ ബോട്ട് വികസിപ്പിച്ചത്. ഓക്കെ, ഇതൊരു കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണിത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണേ. കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം, ചിലപ്പോൾ വരും. ഓക്കെ, ശരി. ഇതിന്റെ ആൻസർ കിട്ടിയോ? ആരെങ്കിലും കിട്ടിയ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. അതായത് ഏറ്റവും വേഗമേറിയ വൈദ്യുത സൗരോർജ ബോട്ടിന്റെ പേര് ബറാക്കുഡ എന്നാണ്. മുംബൈ മസഗോൺ ഡോക്കിലെ ആവശ്യങ്ങൾക്കായാണ് വൈദ്യുത സൗരോർജ ബോട്ട് ഉപയോഗിക്കുക. മറൈൻ ടെക് കമ്പനിയായ നവാൾട്ടും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും സംയുക്തമായിട്ടാണ് വൈദ്യുത സൗരോർജ ബോട്ട് വികസിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ചോദ്യം വരും നിങ്ങൾക്ക്. ഓക്കെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 2024 ലോകസഭാ ഇലക്ഷൻ നമ്മളത് പഠിക്കും, കറണ്ട് അഫയേഴ്സിനെ പഠിക്കും. അതിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും കേട്ടോ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ. പിന്നെ നമ്മുടെ നാരിശക്തി വന്ദന അധിനിയം, നമ്മളെ വനിതാ സംവരണമില്ല, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം അതിപ്പോ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇപ്പൊ IPL ഇപ്പൊ കഴിയുന്നതുകൊണ്ട് IPL ഇപ്പൊ ഉടനെ കഴിയും, അതായത് ഈ മാസം തന്നെ IPL കഴിയും. IPL നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് വരും നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സാധനങ്ങളിൽ നിന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ ആ രീതി പഠിച്ചിരിക്കുക. അടുത്ത 30-ാം ചോദ്യം. ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് 2024 മാർച്ചിൽ അംഗീകാരം നൽകിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ വായിച്ചൊന്ന് കമന്റ് ചെയ്തേ. പിള്ളേരെ ഫ്രാൻസ് ആണ്. ഓപ്ഷൻ സി ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഓക്കെ, ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്നതിന് നിർണായക ഭേദഗതി ബില്ല് 2024 മാർച്ചിൽ അംഗീകാരം നൽകിയത് ആരാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, 31-ാം ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതല്ല? 1. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയതാണ് ലയന കരാറ്. 2. കാശ്മീർ 1948 ഫെബ്രുവരി 24 ലയന കരാറിൽ ഒപ്പുവെച്ചു. 3. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ശക്തി. ഓക്കെ, ഏതാണ് ആൻസർ? ശരിയല്ലാത്ത പ്രസ്താവനകള് പിള്ളേർ സി വരും. 2, 3 തെറ്റായ പ്രസ്താവന. ഓക്കെ, ഓപ്പറേഷൻ പോളോയാണ് അല്ലേ? ഓപ്പറേഷൻ പോളോയാണ്. ഓപ്പറേഷൻ പോളോ. ഓക്കെ, ഓപ്പറേഷൻ പോളോയാണ് ഹൈദരാബാദ് ഇന്ത്യയോട് ചേർത്തത്. ഓക്കെ, ഈ എപ്പോഴാണ് നമ്മളെ കാശ്മീർ ലയനക്കരാറിൽ ഒപ്പുവെച്ചത്? നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇന്നത്തെ ടോപ്പിക്കിലാണോ? ഡേറ്റ് ഇല്ലായിരുന്നു അതില്? 47 ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ അതില്? ഡേറ്റ് ഇല്ലായിരുന്നല്ലേ? ഓക്കെ, ഈ 47 ഒക്ടോബർ 28. ഓക്കെ, ശരി. എടാ, ഈ ഓപ്പറേഷൻ ശക്തി എന്താണെന്ന് അറിയോ? ഓപ്പറേഷൻ ശക്തി നമ്മൾ ഈ 2ാം ആണവ പരീക്ഷണം നടത്തി ഓർമ്മയുണ്ട? 2ാം ആണവ പരീക്ഷണം. 2ാം ആണവ പരീക്ഷണം. 2ാം ആണവ പരീക്ഷണത്തിന്റെ ആദ്യത്തിന്റെ പേരെന്തായിരുന്നു? 1ാം ആണവ പരീക്ഷണത്തിന്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു. മനസ്സിലായി? ബുദ്ധൻ ചിരിക്കുന്നതാണ്, സ്മൈലിംഗ് ബുദ്ധയാണ്. ഓക്കെ, അതുപോലെ തന്നെ 2ാമത്തെ വീണ്ടും ചിരിക്കുന്നുണ്ടെങ്കിലും കേട്ടാ, ഇതാണ് ഓപ്പറേഷൻ ശക്തി എന്നാണ് എന്റെ കറക്റ്റ് പേര്. ഓപ്പറേഷൻ ശക്തി എന്നാണ് കേട്ടാ. ഓക്കെ, ശരി. അടുത്ത 32-ാമത് ചോദ്യം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി പമേല റൂക്സ് ആണ് ആൻസർ അല്ലേ? ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ് ആണ്. ഓക്കെ, അടുത്ത 31-ാം ചോദ്യം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1952 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ബസൽ അലി. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ എന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. അതായത് 1, 3, 4 ശരി. 1, 3, 4 ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റുള്ളേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് വന്നിരിക്കുന്നത് 1953 വരേണ്ടത്. 53 ഒക്ടോബർ 1 അല്ലേ? ഇവിടെ 52 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് തെറ്റ്. ഓക്കെ, കൊള്ളാം, നമ്മൾ പഠിച്ചതാണ്. അടുത്ത് 34 ചോദ്യം. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി ഭ്രാന്താലയം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഭ്രാന്താലയം. ഓക്കെ, പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഭ്രാന്താലയം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആണ് കേട്ടോ, പി കേശവദേവാണ്. പി കേശവദേവിന്റെ നോവലാണ് ഭ്രാന്താലയം. ഭ്രാന്താലയം എന്ന നോവൽ എഴുതിയത് പി കേശവദേവാണ് കേട്ടോ. ഓക്കെ, പഠിച്ചോണേ. അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചോദ്യമാണ്, വീണ്ടും ചോദിക്കും. ഓക്കെ, പഠിച്ചു വെച്ചോണം അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. ഞാൻ ഇങ്ങനെ വർക്കൗട്ട് എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനത് പിന്നീട് ഗ്രൂപ്പിൽ ഈ സാധനം തരുമ്പോൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. കാരണം ഞാൻ എവിടെയെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിലായിരിക്കും അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ശരി. ഓക്കെ, എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രാത്രി ഇപ്പൊ ടോപ്പിക്ക് തരും. എനിക്ക് രാവിലെ ആവുമെങ്കിൽ ഞാൻ നാളെ റിവിഷൻ രാവിലെ എടുക്കും, അല്ലെങ്കിൽ ഇന്ന് അടുത്താക്കി ഞാൻ വൈകുന്നേരം എടുക്കും. ഓക്കെ, ഇന്ന് ഞാൻ വൈകുന്നേരം റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു SCRT. ഓക്കെ, 3:30 ലിങ്ക് ഇട്ടിട്ട്. അപ്പോഴ് അതിന്റെ റെക്കോർഡ് വീഡിയോ ഞാൻ തരും. ഓക്കെ, ഞാൻ പരമാവധി രാവിലെ എണീക്കാൻ നോക്കും. എണീറ്റിട്ട് ഇന്ന് ഞാൻ രാവിലെ എണീറ്റായിരുന്നു. എണീറ്റപ്പോൾ എനിക്ക് പ്രശ്നമുണ്ട് കേട്ടാ. ഞങ്ങൾ പറഞ്ഞു എന്റെ ഈ ഉൾനാക്കിലാണ് ഇൻഫെക്ഷൻ. അതിങ്ങനെ നാക്കിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നു. അവ സംസാരിക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും. ഓക്കെ, 34 ക്വസ്റ്റ്യൻ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി ഭ്രാന്താലയം എന്ന നോവൽ കേട്ടാ. ഓക്കെ, മറക്കണ്ട. എനിക്ക് രാവിലെ പറ്റൂല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം എടുക്കും 3:30. ശരി, ഓക്കെ. അടുത്ത് 35 ക്വസ്റ്റ്യൻ. ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പ് ഏതാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ഇവയല്ല. അതായത് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഇതെല്ലാം ആൻസർ ആണ്. ഓക്കെ, അടുത്ത് 36 ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് എവിടെയാണ്? അത് നമ്മൾ പഠിച്ചതാ. കമന്റ് ചെയ്ത ആൻസർ. ഓപ്ഷൻ സി ആലപ്പുഴയാണ് ആൻസർ അല്ലേ? ആലപ്പുഴ. ഓക്കെ, അടുത്ത 37. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ന്ന വയൽ പ്രദേശമാണ് കോൾ നിലങ്ങൾ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കോൾ പാടങ്ങളിൽ പൊക്കാളി കൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തേണ്ടത്. കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. രണ്ടാമത്തെ പ്രസ്താവനയിലെ തെറ്റെന്താണെന്ന് അറിയാമോ? തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് കോൾ നിലങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത്. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് കേട്ടാ. അവിടെ അതിന് പകരം ആലപ്പുഴ, കോട്ടയിലെ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ സി വരും. 1, 3 ശരിയായ പ്രസ്താവന കേട്ടാ. ഓക്കെ, അടുത്ത് കേരളത്തിലെ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ മുഖ്യ സ്രോതസ്സാണ് ജലം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഓക്കെ, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. 38 ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ മുഖ്യ സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഓക്കെ, ഏതാണ് ആൻസർ. 39. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ പങ്കെടുത്ത ആദ്യ മലയാളിയും ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയുമാണ് PT ഉഷ. ഓക്കെ, അടുത്ത്
ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി. ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ മലയാളി താരമാണ് PT ഉഷ. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. ഒന്നും മൂന്നും പിള്ളേരെ 1ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. C ആണ് കേട്ടോ. അതായത് ഒളിമ്പിക്സ് പങ്കെടുത്ത ആദ്യ മലയാളി ആരാ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാ? ആരാ പിള്ളേ ഒളിമ്പിക്സ് പങ്കെടുത്ത? CK ലക്ഷ്മണാണ്. CK ലക്ഷ്മണാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഒളിമ്പിക്സ് പങ്കെടുത്ത ആദ്യ മലയാളിയും എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യം മലയാളി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. അതുകൊണ്ട് ആ പ്രസ്താവന എന്ത് ചെയ്തു? തെറ്റാണ്. പക്ഷെ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ അത് പകുതി തെറ്റാണ്, പകുതി ശരിയാണ്. പക്ഷെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അതിലെ കൊടുത്തിരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത്, ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാ? കോമൺവെൽത്ത് ആണ് അഞ്ജു. ഏഷ്യൻ ഗെയിംസ് MD വത്സമ്മയാണ്. വത്സമ്മയാണ്. ഓക്കെ, ശരി. അപ്പം അത് രണ്ടും എന്താണ് പിള്ളേർ? തെറ്റാണ് കേട്ടാ. ഓക്കെ, ബാക്കി രണ്ടും ശരിയാണ്. അതായത് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ശരിയാണ്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയിട്ടുള്ള മലയാളി താരം PT ഉഷ, അതും ശരിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് 40ാം ചോദ്യം. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? മലബാർ കളക്ടർ ആരെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ഇന്നാളും ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആരാണ് ആൻസർ? ആൻസർ ആരാ? HV കൊനോലിയാണ് കേട്ടോ. ഓക്കെ, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇത് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ, ഈ മാപ്പിള കലാപം, മലബാർ കലാപങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത്